വർക്കീസ് ഓർക്കുന്നുണ്ടോ? ഒരു കാലത്ത് വർക്കീസ് ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമായിരുന്നില്ല. അത് കേരളത്തിലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പച്ചക്കറികൾ മുതൽ ഫ്രോസൺ നഗറ്റുകൾ വരെ, ഷാമ്പുകൾ മുതൽ സ്കൂൾ നോട്ട്ബുക്കുകൾ വരെ വർക്കീസിൽ എല്ലാം ഉണ്ടായിരുന്നു. ബിഗ് ബസാർ ഒക്കെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അത് ബിഗ് ബസാറിന്റെ സ്വന്തം മല്ലു വേർഷനായിരുന്നു. പക്ഷെ കാര്യമായി എന്തോ സംഭവിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ വലിയ ഷട്ടറുകൾ തുറന്നില്ല. ലൈറ്റുകൾ അണഞ്ഞു. അതുപോലെ വർക്കീസ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, വിടവാങ്ങലുകളൊന്നുമില്ല, വെറുതെ അങ്ങ് പോയി. അപ്പോൾ വർക്കീസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ കാലത്തിലേക്ക് മടങ്ങാം. കേരളത്തിലെ ആദ്യകാല സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നിന്റെ ഉയർച്ചയും താഴ്ചയും നമുക്ക് പരിശോധിക്കാം. വലിയ സ്വപ്നങ്ങളുടെയും ധീരമായ നീക്കങ്ങളുടെയും പിന്നെ ചില ക്രൂരമായ യാഥാർത്ഥ്യങ്ങളുടെയും ഒരു കഥ. സോ റെഡി? ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഹലോ എവരി വൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1926 തൃശ്ശൂരിൽ ഒരു ചെറിയ പലചരക്ക് കടയായാണ് വർക്കീസ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. തുടക്കത്തിൽ വളരെ ചെറിയ ഒരു കടയായിരുന്നു. ആദ്യകാലത്ത് പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ലോക്കൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലായിരുന്നു കട. കാലക്രമേണ ബിസിനസ് ജനപ്രീതി നേടാൻ തുടങ്ങി. കടയുടെ പ്രശസ്തി ക്രമാനുഗതമായി വളർന്നു. ഉപഭോക്താക്കൾ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ വിശ്വസനീയമായ ഗുണനിലവാരത്തെ സ്വീകരിച്ചു. 1984 ബിസിനസ് ഒരു സമ്പൂർണ്ണ സൂപ്പർ മാർക്കറ്റായി രൂപാന്തരപ്പെട്ടു. ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകിയത് വർക്കിയുടെ മകൻ ഇട്ടിയച്ചനാണ്. ഈ പുതിയ ഫോർമാറ്റ് നിലവിലെ മേഖലയിലേക്ക് ആധുനിക റീറ്റെയിൽ രീതികൾ കൊണ്ടുവന്നു. കേരളത്തിലെ ഓർഗനൈസ്ഡ് റീറ്റെയിലിന്റെ തുടക്കക്കാരിൽ ഒരാളായി വർക്കീസ് മാറി. സൂപ്പർ മാർക്കറ്റ് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തു. ഫ്രഷ് പച്ചക്കറികൾ, പഴങ്ങൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവയൊക്കെ സ്റ്റോക്ക് ചെയ്തു. ഗുഡ് ക്വാളിറ്റി പാലുൽപ്പന്നങ്ങൾക്കും പേരുകേട്ടതായിരുന്നു ഈ സ്റ്റോർ. എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരു ഇൻഹൗസ് ബേക്കറിയും ഇവിടെ ഉണ്ടായിരുന്നു. ബേക്കറി കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, മറ്റ് ട്രഡീഷണൽ ലഘുഭക്ഷണങ്ങൾ എന്നിവ അവർ തന്നെ നിർമ്മിച്ചു. ഈ ഇന്നൊവേഷൻ ശൃംഖലയെ പ്രാദേശിക വിൽപ്പനക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കി. സൂപ്പർ മാർക്കറ്റ് വൈവിധ്യമാർന്ന കസ്റ്റമർ ബേസിനെ ആകർഷിക്കാൻ തുടങ്ങി. അർബൻ കസ്റ്റമേഴ്സിന് ഈ ഓർഗനൈസ്ഡ് ലേഔട്ട് വളരെ സൗകര്യപ്രദമായി തോന്നി. മൊത്തത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം മോഡേൺ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു. വർദ്ധിച്ചു വരുന്ന ആവശ്യകത നിറവേറ്റുന്നതിനായി വർക്കീസ് എക്സ്പാൻഷൻ ആരംഭിച്ചു. തൃശൂരിന് പുറത്തുള്ള ആദ്യത്തെ എക്സ്പാൻഷൻ കൊച്ചിയിലേക്കായിരുന്നു. കൊച്ചി താമസിയാതെ ശൃംഖലയുടെ പ്രധാന കേന്ദ്രമായി മാറി. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും സ്റ്റോറുകൾ തുറന്നു. വർക്കീസിന്റെ അതിന്റെ പീക്ക് ടൈമിൽ കേരളത്തിലുടനീളം 56 സ്റ്റോറുകൾ പ്രവർത്തിച്ചിരുന്നു. ശൃംഖല 59 സ്റ്റോറുകളായി വളർന്നതായി പിന്നീടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു പ്രാദേശിക റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ശൃംഖലയുടെ വികാസം ശ്രദ്ധേയമായിരുന്നു. വർക്കീസ് കേരളത്തിൽ ഒരു ഹൗസ് ഹോൾഡ് നെയിമായി മാറി. സൂപ്പർ മാർക്കറ്റ് ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്ന ആശയം അവതരിപ്പിച്ചു. ഷോപ്പർമാർക്ക് ഒരു സന്ദർശനത്തിൽ പലചരക്ക് സാധനങ്ങൾ, ബേക്കറി ഇനങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ വാങ്ങാൻ കഴിയും. ഓർഗനൈസ്ഡ് ലേഔട്ട് കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ ഷോപ്പിംഗ് നടത്താൻ സഹായിച്ചു. ആധുനിക ചെക്ക്ഔട്ട് കൗണ്ടറുകൾ സേവനത്തിന്റെ വേഗത മെച്ചപ്പെടുത്തി. വിശ്വസനീയമായ ഉപഭോക്തൃ സേവനത്തിന് ഈ ശൃംഖല പ്രശസ്തമായി. ഓരോ സ്റ്റോറും വൃത്തിയുള്ളതും നന്നായി ചിട്ടപ്പെടുത്തിയതുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിലനിർത്തി. ബ്രാൻഡ് ഇമേജിന്റെ ഒരു പ്രധാന ഘടകമായി വർക്കീസ് തങ്ങളുടെ ഗുണനിലവാരത്തെ ഉയർത്തിക്കാട്ടി. വി മാർട്ട് എന്ന പേരിൽ ഒരു ഡിസ്കൗണ്ട് ഹൈപ്പർ മാർക്കറ്റ് ബ്രാൻഡും ചെയിൻ അവതരിപ്പിച്ചു. കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് കൊണ്ട് ബജറ്റ് കോൺഷ്യസ് കസ്റ്റമേഴ്സിനെ വി മാർട്ട് ലക്ഷ്യമിട്ടു. സൂപ്പർ മാർക്കറ്റിന്റെയും ഹൈപ്പർ മാർക്കറ്റിന്റെയും ഫോർമാറ്റുകൾ ഒരുമിച്ച് നന്നായി പ്രവർത്തിച്ചു. മുഴുവൻ റീറ്റെയിൽ ശൃംഖലയും 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ളതായിരുന്നു. അതിന്റെ പീക്കിൽ ചെയിൻ ഏകദേശം 175 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് നേടി. ചില റിപ്പോർട്ടുകൾ 200 കോടിയോളം വിറ്റുവരവ് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീറ്റെയിൽ ചെയിൻ അതിന്റെ ഉന്നതിയിൽ ഏകദേശം 3000 തൊഴിലാളികളെ നിയമിച്ചു. സൗഹൃദപരവും കാര്യക്ഷമവുമായ സേവനം നൽകാൻ ജീവനക്കാരെ പരിശീലിപ്പിച്ചു. വർക്കീസിന്റെ വിജയം കേരളത്തിലുടനീളമുള്ള റീറ്റെയിൽ ലാൻഡ്സ്കേപ്പിനെ സ്വാധീനിച്ചു. വർക്കീസിന്റെ വരവിന് മുമ്പ് പരമ്പരാഗത മാർക്കറ്റുകളാണ് പ്രാദേശിക പലചരക്ക് രംഗത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. സൂപ്പർ മാർക്കറ്റ് ആധുനിക സ്റ്റോർ ലേഔട്ടുകളും ഇൻവെന്ററി രീതികളും അവതരിപ്പിച്ചു. കേന്ദ്രീകൃത സംഭരണത്തിലൂടെ അതിന്റെ വിതരണ ശൃംഖല മെച്ചപ്പെടുത്തി. പ്രശസ്തരായ പ്രാദേശിക വിതരണക്കാരിൽ നിന്നാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിയത്. ഈ സപ്ലൈ ക്രമീകരണങ്ങൾ ഉപഭോക്താക്കളിൽ വിശ്വാസം വളർത്തി. ഓരോ സ്റ്റോറും പ്രാദേശികവും ഇറക്കുമതി ചെയ്തതുമായ ഉൽപ്പന്നങ്ങളുടെ ബാലൻസ് നിലനിർത്തി.
ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഒരു സവിശേഷ ആകർഷണം വർദ്ധിപ്പിച്ചു. പ്രാദേശിക ഷോപ്പർമാർ ഓഫറുകളുടെ വൈവിധ്യത്തെയും സ്ഥിരതയെയും അഭിനന്ദിച്ചു. ബ്രാൻഡിന്റെ ഇൻഹൌസ് ബേക്കറി ഇനങ്ങൾ പെട്ടെന്ന് കസ്റ്റമർ ഫേവറേറ്റ്സ് ആയി മാറി. സിഗ്നേച്ചർ കേക്കുകളും പേസ്ട്രികളും അവയുടെ രുചിക്ക് പേര് കേട്ടതായിരുന്നു. ഈ ബേക്ക് ചെയ്ത ട്രീറ്റുകളെക്കുറിച്ചുള്ള അവരുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ ഉപഭോക്താക്കൾ പലപ്പോഴും ഓർമ്മിച്ചു. സ്റ്റോറിന്റെ ഉൽപ്പന്ന നിലവാരം ഷോപ്പിംഗിനെ ഒരു മനോഹരമായ അനുഭവമാക്കി മാറ്റി. വർക്കീസ് മേഖലയിൽ വിശ്വസ്തരായ ഒരു ഉപഭോക്തൃ അടിത്തറ കെട്ടിപ്പടുത്തു. ബ്രാൻഡുമായി വ്യക്തിപരമായി പലരും അടുത്തറിഞ്ഞു. സൂപ്പർ മാർക്കറ്റ് പല കുടുംബങ്ങളുടെയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി. അതിന്റെ പരിചിതമായ പേര് തലമുറകളായി നൊസ്റ്റാൾജിയയും വിശ്വാസവും ഉണർത്തി. പ്രാദേശിക റീറ്റെയിലിംഗിന്റെ പുരോഗതിയുടെ പ്രതീകമായിരുന്നു വർക്കീസിന്റേത്. റീറ്റെയിൽ ചെയിനിന്റെ വിജയം മറ്റ് പ്രാദേശിക റീറ്റെയിൽമാരെ ആധുനികവൽക്കരിക്കാൻ പ്രേരിപ്പിച്ചു. പലർക്കും ഇത് കേരളത്തിന്റെ ഷോപ്പിംഗ് ശീലങ്ങളുടെ പരിവർത്തനത്തെ പ്രതിനിധീകരിച്ചു. സൂപ്പർ മാർക്കറ്റിന്റെ ആദ്യകാല വളർച്ച നന്നായി ആസൂത്രണം ചെയ്തതായിരുന്നു. ശക്തമായ പ്രവർത്തന പ്രക്രിയകളാണ് വിപുലീകരണത്തിന് പിന്തുണ നൽകിയത്. ശ്രദ്ധാപൂർവമായ വിപണി ഗവേഷണത്തിലൂടെയാണ് ഓരോ പുതിയ സ്റ്റോറും ചേർത്തത്. ഘട്ടം ഘട്ടമായുള്ള ഈ വളർച്ച ശൃംഖലയ്ക്ക് ശക്തമായ പ്രശസ്തി നേടിക്കൊടുത്തു. മാനേജ്മെന്റ് നിരന്തരം ഉപഭോക്തൃ സംതൃപ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതിവ് ഉൽപ്പന്ന ഗുണനിലവാര പരിശോധനകൾ പ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ദ്രുതഗതിയിലുള്ള വികാസത്തിനിടയിലും സ്റ്റോറുകൾ ഉയർന്ന നിലവാരം പുലർത്തി. റീറ്റെയിൽ വ്യവസായത്തിലെ ഒരു നൂതനാശയമായി വർക്കീസ് കണക്കാക്കപ്പെട്ടു. അതിന്റെ പൈനീറിംഗ് സമീപനം എതിരാളികൾക്ക് മാനദണ്ഡങ്ങൾ വെച്ചു. ആധുനിക റീറ്റെയിൽ സാങ്കേതിക വിദ്യ ക്രമേണ അതിന്റെ ഔട്ട്ലെറ്റുകളിൽ അവതരിപ്പിച്ചു. ഈ സാങ്കേതിക പുരോഗതി ചെക്കൗട്ടുകളിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തി. കാലക്രമേണ ഇൻവെന്ററി മാനേജ്മെന്റ് കൂടുതൽ ഫലപ്രദമായി. സ്റ്റോക്ക് ലെവലുകളുടെ ഇലക്ട്രോണിക് ട്രാക്കിംഗ് പാഴാക്കൽ ഗണ്യമായി കുറച്ചു. ജീവനക്കാർക്ക് സപ്ലൈസ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരുന്നു. കേരളത്തിൽ ശൃംഖലയുടെ പ്രവർത്തന രീതികളും അവരുടെ കാലത്തേക്കാൾ മുന്നിലായിരുന്നു. വർക്കീസ് സൂപ്പർ മാർക്കറ്റ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിന് ഊന്നൽ നൽകി. ഇത് ലോക്കൽ ഇവന്റ് സ്പോൺസർ ചെയ്യുകയും പ്രാദേശിക ഉത്സവങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു. ബ്രാൻഡിന്റെ പൊതുപ്രതിച്ഛായ അതിന്റെ കമ്മ്യൂണിറ്റി പങ്കുമായി അടുത്തു ബന്ധപ്പെട്ടിരുന്നു. ഉപഭോക്താക്കൾ സൂപ്പർ മാർക്കറ്റിനെ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു സ്ഥാപനമായി കണ്ടു. ഈ വികാരം ശൃംഖലയുടെ ദീർഘകാല വിജയത്തെ ശക്തിപ്പെടുത്തി. വർക്കീസിന്റെ വളർച്ചയും ഉപഭോക്തൃ പെരുമാറ്റത്തെ സ്വാധീനിക്കലും തുടർന്നു. കമ്പനിയുടെ അതുല്യമായ സമീപനം വ്യവസായ വിദഗ്ധർ പഠിച്ചു. ബിസിനസ് സ്കൂളുകൾ പിന്നീട് അതിന്റെ മാതൃക ഒരു കേസ് സ്റ്റഡിയായി ഉപയോഗിച്ചു. പ്രാദേശിക റീറ്റെയിൽ വിപുലീകരണത്തിന്റെ വെല്ലുവിളികളെ അതിന്റെ അനുഭവം ഒരു പാഠമായി. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ വർക്കീസ് റീറ്റെയിൽ സേവനത്തിന് ഉയർന്ന നിലവാരം സ്ഥാപിച്ചു. അതിന്റെ സുഗമമായ പ്രവർത്തനങ്ങളും ഉൽപ്പന്ന ഗുണനിലവാരവും പ്രാദേശികമായി സമാനതകളില്ലാത്തതായിരുന്നു. ചെയിനിന്റെ സംയോജിത സമീപനം ഷോപ്പിങ്ങിനെ ലളിതവും വിശ്വസനീയവുമാക്കി. വർക്കി വളരെ പെട്ടെന്ന് കേരളത്തിലെ ഓർഗനൈസ്ഡ് റീറ്റെയിലിനുള്ള സ്റ്റാൻഡേർഡായി മാറി. തുടക്കത്തിൽ ദ്രുതഗതിയിലുള്ള വിപുലീകരണ തന്ത്രം ധീരമായി കാണപ്പെട്ടു. പ്രതിവർഷം ഏകദേശം 12 സ്റ്റോറുകൾ എന്ന നിരക്കിൽ പുതിയ സ്റ്റോറുകൾ തുറന്നു. ഈ വളർച്ച സൂപ്പർ മാർക്കറ്റിനെ കൂടുതൽ ജനങ്ങൾക്ക് സേവനം നൽകാൻ പ്രാപ്തമാക്കി. വികസനത്തിന് പ്രധാനമായും ഡെറ്റ് ഫണ്ടുകൾ വഴിയാണ് ധനസഹായം നൽകിയത്. വലിയ കടം വാങ്ങൽ പുതിയ ഔട്ട്ലെറ്റുകൾ വേഗത്തിൽ ആരംഭിക്കുന്നതിന് സഹായകമായി. എന്നിരുന്നാലും ഈ ധനസഹായ മാതൃക പിന്നീട് വെല്ലുവിളി നിറഞ്ഞതായി തെളിയിച്ചു. കമ്പനി താമസിയാതെ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. ദ്രുതഗതിയിലുള്ള വികാസം വർക്കിംഗ് ക്യാപിറ്റലിൽ വലിയ ഭാരം വരുത്തി. പുതിയ സ്റ്റോറുകളിലെ നിക്ഷേപങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകളെ ബുദ്ധിമുട്ടിച്ചു. കാലക്രമേണ കടം കുമിഞ്ഞുകൂടുന്നത് സുസ്ഥിരമല്ലാതായി. ശൃംഖലയിൽ നിന്നുള്ള പേയ്മെന്റുകൾ വൈകിയതും വിതരണക്കാരെ ബാധിച്ചു. കാലതാമസം നേരിട്ട ശമ്പളവും സാമ്പത്തിക സമ്മർദ്ദത്തിന് ആക്കം കൂട്ടി. ഒരു ഘട്ടത്തിൽ പല സ്റ്റോറുകളിലും സ്റ്റോക്ക് ക്ഷാമം അനുഭവപ്പെട്ടു. ചില ഔട്ട്ലെറ്റുകൾ 2 ആഴ്ചയിലധികം സ്റ്റോക്കില്ലായിരുന്നു. ഈ വിതരണ തടസ്സങ്ങൾ കാരണം ഉപഭോക്താക്കൾക്ക് അസൗകര്യം നേരിട്ടു. മാധ്യമ റിപ്പോർട്ടുകൾ വഷളാകുന്ന ലിക്വിഡിറ്റി പ്രതിസന്ധി ഉയർത്തിക്കാട്ടി. ദ്രുതഗതിയിലുള്ള വികാസത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് ബിസിനസ് അനലിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി. വർക്കീസിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൊതുജനങ്ങളുടെ ആശങ്കയ്ക്ക് കാരണമായി. അതിജീവിക്കാൻ മാനേജ്മെന്റിന് ബാഹ്യ ഫണ്ടിംഗ് തേടേണ്ടി വന്നു. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ഒരു സ്വകാര്യ ഇക്വിറ്റി പങ്കാളിയെ ശൃംഖല അന്വേഷിച്ചു. അടിയന്തര ഫണ്ട് സമാഹരണം ഉറപ്പാക്കാൻ ചർച്ചകൾ നടന്നു. ഒരു സാഹചര്യത്തിൽ പ്രമോട്ടർമാർ 40 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടു. ബിസിനസ്സിലെ 35% ഓഹരി വിൽക്കാൻ അവർ ആലോചിച്ചു. പ്രവർത്തനങ്ങൾ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു ഈ നടപടികൾ. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും മാനേജ്മെന്റ് മറ്റൊരു ശൃംഖലയ്ക്ക് വിൽക്കാൻ മടിച്ചു. ബ്രാൻഡിന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്ന ഒരു പങ്കാളിയെ അവർ ആഗ്രഹിച്ചു. കമ്പനിയുടെ പ്രമോട്ടർമാർ അതിന്റെ അതുല്യമായ ഐഡന്റിറ്റി നിലനിർത്താൻ ആഗ്രഹിച്ചു.
ഇൻഡസ്ട്രി നിരീക്ഷകർ സുഭിക്ഷയുടെയും വിശാൽ റീറ്റെയിലിന്റെയും കേസുകളുമായി സാഹചര്യത്തെ താരതമ്യം ചെയ്തു. ദ്രുതഗതിയിലുള്ള റീറ്റെയിൽ വികസനത്തിന്റെ സാധാരണ പിഴവുകളാണ് ഈ താരതമ്യങ്ങൾ എടുത്തു കാണിച്ചത്. കടം കൈകാര്യം ചെയ്യുന്നതിൽ വർക്കീസ് സമാനമായ വെല്ലുവിളികൾ നേരിട്ടു. ലിക്വിഡിറ്റി പ്രതിസന്ധി ഗുരുതരമായ പ്രവർത്തന മാറ്റങ്ങൾക്ക് കാരണമായി. ചില സ്റ്റോറുകൾക്ക് അവരുടെ സ്റ്റോക്ക് ലെവലുകൾ ഗണ്യമായി കുറയ്ക്കേണ്ടി വന്നു. പേയ്മെന്റുകൾ വൈകിയതിനാൽ സപ്ലൈസുമായുള്ള ബന്ധങ്ങൾ വഷളായി. വിതരണക്കാരുമായി സാധ്യമാകുന്ന ക്രെഡിറ്റ് ടൈംസ് ചർച്ച ചെയ്യാൻ ശ്രമങ്ങൾ നടന്നു. ധനകാര്യം പുനഃക്രമീകരിക്കാൻ മാനേജ്മെന്റ് എക്സ്റ്റേണൽ അഡ്വൈസേഴ്സിനെ നിയമിച്ചു. ടേൺ അറൌണ്ട് തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ ഈ കൺസൾട്ടന്റുകൾ പ്രവർത്തിച്ചു. പണമൊഴുക്കും പ്രവർത്തന കാര്യക്ഷമതയും പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വിജയിച്ചിരുന്നുവെങ്കിൽ ഫണ്ടുകൾ ഉൾപ്പെടുത്തുന്നത് ശൃംഖലയെ രക്ഷിക്കുമായിരുന്നു. സമയബന്ധിതമായ ഇടപെടൽ നിർണായകമാണെന്ന് അനലിസ്റ്റുകൾ വിശ്വസിച്ചു. മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ഒരു പ്രവാസി ഇന്ത്യക്കാരൻ ഉൾപ്പെടെയുള്ള ചില നിക്ഷേപകർ പിന്നീട് താൽപ്പര്യം പ്രകടിപ്പിച്ചു. ആദിത്യ ബിർള റീറ്റെയിലും ഏറ്റെടുക്കൽ ചർച്ചകളിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട്. താൽപ്പര്യമുള്ള കക്ഷികൾ സൂക്ഷ്മ പരിശോധനാ പ്രക്രിയകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചർച്ചകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വർക്കീസിന്റെ അനുഭവം ചില്ലറ വ്യാപാരികൾക്ക് ഒരു മുന്നറിയിപ്പ് കഥയായി മാറി. ദ്രുതഗതിയിലുള്ള വികാസത്തിന് സന്തുലിതമായ സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണെന്ന് അത് കാണിച്ചു. കടത്തെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതകൾ കേസ് തെളിയിച്ചു. നിക്ഷേപകർ ഈ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു. സുസ്ഥിര വളർച്ചയാണ് വിജയത്തിന്റെ താക്കോലെന്ന് അവർ മനസ്സിലാക്കി. ലിക്വിഡിറ്റി മാനേജ്മെന്റിന്റെ പ്രാധാന്യം വർക്കീസിന്റെ കഥ അടിവരയിട്ടു. ഗുണനിലവാരം സാമ്പത്തിക സ്ഥിരതയുമായി പൊരുത്തപ്പെടണമെന്ന് റീറ്റെയിൽ വിദഗ്ധർ ഊന്നിപ്പറഞ്ഞു. വർഷങ്ങളോളം വർക്കീസ് ശക്തമായ വിപണി സാന്നിധ്യം നിലനിർത്തി. സാമ്പത്തിക തിരിച്ചടികൾക്കിടയിലും അതിന്റെ ഉപഭോക്തൃ അടിത്തറ വിശ്വസ്തയോടെ തുടർന്നു. പ്രാദേശിക ഷോപ്പർമാർക്ക് സ്റ്റോറുകളെക്കുറിച്ച് പ്രിയപ്പെട്ട ഓർമ്മകൾ ഉണ്ടായിരുന്നു. മികച്ച ബേക്ക് ചെയ്ത സാധനങ്ങളും പുതിയ ഉൽപ്പന്നങ്ങളും അവർ ഓർമ്മിച്ചു. ഈ ബ്രാൻഡ് മേഖലയിലെ വിശ്വാസ്യതയുടെ പര്യായമായി മാറി. വെല്ലുവിളികൾ വർദ്ധിച്ചപ്പോഴും അതിന്റെ പ്രശസ്തി നിലനിന്നു. നിരവധി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചെയിനിനെ പിന്തുണച്ച് സംസാരിച്ചു. പ്രാദേശിക പത്രങ്ങൾ കസ്റ്റമർ നൊസ്റ്റാൾജിയയുടെ കഥകൾ പ്രസിദ്ധീകരിച്ചു. ബ്രാൻഡ് സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹമാണ് മീഡിയ ചർച്ചകളിൽ പ്രതിഫലിച്ചത്. ഈ ആവേശകരമായ പിന്തുണ ശൃംഖലയുടെ സാംസ്കാരിക സ്വാധീനത്തെ അടിവരയിടുന്നു. വർക്കീസ് പലർക്കും വെറുമൊരു സൂപ്പർ മാർക്കറ്റ് എന്നതിലുപരിയായിരുന്നു. കേരളത്തിന്റെ ഷെയർഡ് റീറ്റെയിൽ ഹെറിറ്റേജിന്റെ ഭാഗമായിരുന്നു അത്. ശൃംഖലയുടെ നൂതന കണ്ടുപിടുത്തങ്ങൾ വ്യാപകമായി ആഘോഷിക്കപ്പെട്ടു. ആധുനിക റീറ്റെയിൽ ഫോർമാറ്റുകളുടെ വരവ് ഷോപ്പിംഗ് ശീലങ്ങളെ മാറ്റിമറിച്ചു. വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്ന ആശയം ഈ മേഖലയ്ക്ക് പുതിയതായിരുന്നു. ഗാർഹിക ആവശ്യങ്ങൾക്ക് വർക്കീസ് ഒരു സമഗ്ര പരിഹാരം വാഗ്ദാനം ചെയ്തു. തുടർന്നുള്ള റീറ്റെയിലർമാർ ഈ മാതൃക വേഗത്തിൽ സ്വീകരിച്ചു. വർക്കീസിന്റെ പാരമ്പര്യം കേരളത്തിലെ മുഴുവൻ റീറ്റെയിൽ വ്യവസായത്തെയും സ്വാധീനിച്ചു. അതിന്റെ പ്രവർത്തന രീതികൾ ഗുണനിലവാരത്തിനും സേവനത്തിനും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. അതിന്റെ ആദ്യകാല വിജയത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഗുണനിലവാരവും നവീകരണവും ഉൾപ്പെടുന്നു. അതിന്റെ സുസംഘടിതമായ സ്റ്റോറുകൾ പരമ്പരാഗത വിപണികളുമായി വളരെ വ്യത്യസ്തമായിരുന്നു. ആധുനിക അന്തരീക്ഷത്തിൽ ഷോപ്പിംഗിന്റെ എളുപ്പം ഉപഭോക്താക്കൾ ആസ്വദിച്ചു. റീറ്റെയിൽ ശൃംഖല അതിന്റെ ഓഫറുകളിൽ ലാളിത്യത്തിനും സ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകി. ഉൽപ്പന്ന നിലവാരം നിലനിർത്തുന്നതിന് ഓരോ സ്റ്റോറും കർശനമായ പ്രോട്ടോക്കോളുകൾ പിന്തുടർന്നു. ഈ പ്രോട്ടോക്കോളുകൾ ശൃംഖലയുടെ ശക്തമായ ബ്രാൻഡ് ഇമേജിന് സംഭാവന നൽകി. വർക്കീസ് സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ ആധുനിക റീറ്റെയിലിനുള്ള ഒരു മാതൃകയായി. ശ്രദ്ധേയമായ വളർച്ചയും കഠിനമായ പാഠങ്ങളും അതിന്റെ യാത്രയിൽ അടയാളപ്പെടുത്തി. ഭാവി സംരംഭങ്ങൾക്ക് ഒരു വഴികാട്ടിയായി ബിസിനസ് അനുഭവം പ്രവർത്തിച്ചു. സാമ്പത്തിക വിവേകത്തോടെ വിപുലീകരണം സന്തുലിതമാക്കാനാണ് ചില്ലറ വ്യാപാരികൾക്കുള്ള ഉപദേശം. വർക്കീസിന്റെ പാഠങ്ങൾ ആധുനിക റീറ്റെയിൽ തന്ത്രങ്ങളെ സ്വാധീനിക്കുന്നത് തുടരുന്നു. പല വിദഗ്ധരും ഇപ്പോൾ സുസ്ഥിര വളർച്ചയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ദീർഘകാല വിജയത്തിന് മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് നിർണായകമാണ്. ഒരു ബിസിനസ് വേഗത്തിൽ വികസിപ്പിക്കുന്നതിന്റെ അപകടങ്ങളുടെ ഒരു ഉദാഹരണമായി കേസ് സ്റ്റഡീസ് പലപ്പോഴും ഈ റീറ്റെയിൽ ചെയിനിനെ പരാമർശിക്കാറുണ്ട്. പ്രശസ്തിക്ക് മാത്രം വളർച്ച നിലനിർത്താൻ കഴിയില്ലെന്ന് അവർ എടുത്തു കാണിക്കുന്നു. അമിതമായ കടവും ലിക്വിഡിറ്റി പ്രശ്നങ്ങളും ഏതൊരു ബ്രാൻഡിനെയും ദുർബലപ്പെടുത്തും. വർക്കിയുടെ കഥ ജാഗ്രത പാലിക്കുന്നതിനുള്ള ഒരു ശാശ്വത പാഠം നൽകുന്നു. ചില്ലറ വ്യാപാരികൾ വിപുലീകരണം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുകയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുകയും വേണം. ഉപഭോക്തൃ സേവനത്തിലും ഉൽപ്പന്ന ഗുണനിലവാരത്തിലും വർക്കീസ് ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു. അമിത വികാസത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി അതിന്റെ ഇടിവ് പ്രവർത്തിച്ചു. അതിന്റെ ഉയർച്ചയുടെയും പോരാട്ടങ്ങളുടെയും വിവരണം നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കണോമിക് ടൈംസും മറ്റ് പ്രധാന മാധ്യമങ്ങളും അതിന്റെ വെല്ലുവിളികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശദമായ വിശകലനങ്ങൾ ഈ റിപ്പോർട്ടുകൾ നൽകി. മാധ്യമ കവറേജ് വിപുലവും സ്വാധീനം ചെലുത്തുന്നതുമായിരുന്നു.
മാധ്യമപ്രവർത്തകർ ഇടിവിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു. റിപ്പോർട്ടുകൾ വിതരണക്ഷാമത്തിലും വൈകിയ പേയ്മെന്റുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജീവനക്കാരുടെ ശമ്പള പ്രശ്നങ്ങളും വെല്ലുവിളികളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ പ്രവർത്തന പ്രശ്നങ്ങളെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു. പ്രതിസന്ധിക്കിടയിൽ വർക്കീസ് അതിന്റെ ബിസിനസ് ഏകീകരിക്കാൻ ശ്രമിച്ചു. ചെലവ് കുറയ്ക്കുന്നതിനായി ചില സ്റ്റോറുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി. സാധ്യമാകുന്നിടത്തെല്ലാം പണമൊഴുക്ക് മെച്ചപ്പെടുത്താൻ മാനേജ്മെന്റ് ശ്രമിച്ചു. പുനഃസംഘടനയ്ക്ക് സഹായിക്കുന്നതിന് ബാഹ്യ ഉപദേഷ്ടാക്കളെ കൊണ്ടുവന്നു. പ്രവർത്തന കാര്യക്ഷമതയില്ലായ്മയും സാമ്പത്തിക രീതികളും അവർ അവലോകനം ചെയ്തു. പുനർനിർമ്മാണ പദ്ധതി ബ്രാൻഡിന്റെ ഭാഗ്യം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ശ്രമങ്ങൾക്കിടയിലും ശൃംഖല ഒരു ഉയർന്ന പോരാട്ടത്തെ നേരിട്ടു. ദേശീയ റീറ്റെയിൽമാരിൽ നിന്നുള്ള തീവ്രമായ മത്സരം സ്ഥിതി കൂടുതൽ വഷളാക്കി. റിലയൻസ് ഫ്രഷ്, ബിഗ് ബസാർ തുടങ്ങിയ പുതിയ കമ്പനികൾ വിപണിയിൽ പ്രവേശിച്ചു. ഈ എതിരാളികൾക്ക് ശക്തമായ സാമ്പത്തിക പിന്തുണയും ആധുനിക രീതികളും ഉണ്ടായിരുന്നു. തൽഫലമായി വർക്കീസിന്റെ മേലുള്ള സമ്മർദ്ദം ഗണ്യമായി വർദ്ധിച്ചു. വിപണി മത്സരത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ വർക്കീസ് അഭിമുഖീകരിച്ചു. ഓരോ തിരിച്ചടിയും ഉപഭോക്താക്കളെ വിശ്വസനീയമായി സേവിക്കാനുള്ള അതിന്റെ കഴിവിനെ ബാധിച്ചു. സ്റ്റോക്ക് ക്ഷാമം മൂലം ദീർഘകാല ഉപഭോക്താക്കൾക്ക് നിരാശ അനുഭവപ്പെട്ടു. ഈ അനുഭവങ്ങൾ കാലക്രമേണ ഉപഭോക്തൃ ആത്മവിശ്വാസം ഇല്ലാതാക്കി. വർക്കീസിന്റെ വെല്ലുവിളികൾ സുസ്ഥിരമല്ലാത്ത വളർച്ചയുടെ പ്രതീകമായി മാറി. റീറ്റെയിൽ വിദഗ്ധർ സ്ഥിതിഗതികൾ ആഴത്തിൽ വിശകലനം ചെയ്തു. സമതുലിതമായ വിപുലീകരണ തന്ത്രങ്ങളുടെ ആവശ്യകതയെ അവരുടെ വിശകലനങ്ങൾ ഊന്നിപ്പറഞ്ഞു. വർക്കീസിന്റെ കേസ് അതിനുശേഷം റീറ്റെയിൽ നയ ചർച്ചകളെ സ്വാധീനിച്ചിട്ടുണ്ട്. സർക്കാരും വ്യവസായ നേതാക്കളും മികച്ച സാമ്പത്തിക സുരക്ഷാ മാർഗങ്ങൾ ചർച്ച ചെയ്തു. ഭാവി സംരംഭങ്ങളിൽ സമാനമായ പ്രതിസന്ധികൾ തടയുന്നതിനുള്ള വഴികൾ അവർ പരിശോധിച്ചു. വർക്കീസിന്റെ പാരമ്പര്യം റീറ്റെയിൽ രീതികളെ സ്വാധീനിക്കുന്നത് തുടരുന്നു. ബിസിനസ്സിലെ നവീകരണത്തിനും ജാഗ്രതയ്ക്കും ഇതൊരു മാനദണ്ഡമായി വർത്തിക്കുന്നു. വർക്കീസ് സൂപ്പർമാർക്കറ്റിന്റെ ചരിത്രം ഇപ്പോൾ കേരളത്തിന്റെ റീറ്റെയിൽ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. സംസ്ഥാനത്ത് ഓർഗനൈസ്ഡ് റീറ്റെയിലിന് തുടക്കമിട്ടതിന്റെ കഥ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു. വർക്കീസിന്റെ ആദ്യകാല വിജയം ഗുണനിലവാരത്തിലും സ്ഥിരതയിലും അധിഷ്ഠിതമായിരുന്നു. അതിന്റെ പിന്നീടുള്ള വെല്ലുവിളികൾ വേഗത്തിലുള്ളതും കടം മൂലമുള്ളതുമായ വികാസത്തിലൂടെയാണ് നയിക്കപ്പെട്ടത്. ബ്രാൻഡിന്റെ പരിണാമം നേട്ടവും മുന്നറിയിപ്പും ഉൾക്കൊള്ളുന്നു. വർക്കീസ് സൂപ്പർമാർക്കറ്റ് കേരളത്തിലെ ഒരു ഐക്കോണിക് നാമമായി തുടരുന്നു. ചില്ലറ വ്യാപാരികളും നിക്ഷേപകരും അതിന്റെ വിജയപരാജയങ്ങൾ പഠിക്കുന്നത് തുടരുന്നു. സുസ്ഥിര വളർച്ചാ മാതൃകയുടെ ആവശ്യകത ഈ പഠനങ്ങൾ ഊന്നിപ്പറയുന്നു. നവീകരണത്തിന്റെ ശക്തിയുടെ തെളിവാണ് വർക്കീസിന്റെ പാരമ്പര്യം. സാമ്പത്തിക അച്ചടക്കം ഒരുപോലെ പ്രധാനമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാവി തലമുറയിലെ റീറ്റെയിലർമാർ അതിന്റെ കഥയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് തുടരും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.